കോൺഗ്രസ് മുട്ടുമടക്കി. നിങ്ങൾക്ക് അങ്ങനെ പറ്റൂ, ഇല്ലെങ്കിൽ വിവരമറിയും. ലീഗ് പിണങ്ങിപ്പോയാൽ UDF കാറ്റടിച്ച ബലൂണാണ്, എല്ലാവർക്കും അറിയാം. കോൺഗ്രസിൻ്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് മനസ്സ് പിടയുകയാണ് അഡ്വക്കേറ്റ് PM നിയാസ്. എൻ്റെ അനിൽ നമ്പ്യാരെ, നിങ്ങളൊരു മാധ്യമപ്രവർത്തകനല്ലേ? ഈ RV ബാബു പറഞ്ഞത് മനസ്സിലാക്കാം. അദ്ദേഹം ഒരു വർഗീയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയാം. അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ വർഗീയ സംഘടനയിൽ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയില്ല. താങ്കളൊരു മാധ്യമപ്രവർത്തകനല്ലേ? താങ്കൾ ഇങ്ങനെയൊക്കെ ഒരു ഇൻട്രോ ഇടപെട്ട് പിന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് താങ്കളുടെയൊക്കെ ഉദ്ദേശം? ഈ നാട് കുട്ടിച്ചോറാക്കണം, ഹൈന്ദവനെയും മുസൽമാനെയും തമ്മിൽ തെറ്റിക്കണം, 4 വോട്ട് കിട്ടണം, 4 വോട്ട് കിട്ടി കേരളത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടണം. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അങ്ങ് പറഞ്ഞതിന് തെറ്റുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 4 വോട്ട് കിട്ടി, താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന പിന്നെ ജനം TV-യുടെ പാർട്ടിക്ക് 4 വോട്ട് കിട്ടി, ഇവിടെ എന്ത് MLA MP ആവണം. രാജ്യം കുട്ടിച്ചോറായ താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഹിന്ദുക്കളും മുസ്ലിംകാരും തമ്മിൽ കണ്ടാൽ അടിച്ച് പിരിയണം, കുറേ പേരെ കൊല്ലണം, കുറേ പേരെ രാജ്യത്ത് ചോരപ്പുഴ ഒഴുക്കണം. ഇതൊക്കെയാണോ താങ്കളുടെ ഉദ്ദേശം? താങ്കളുടെ ഒരു മനുഷ്യനല്ലേ? താങ്കളുടെ ശരീരത്തിലുള്ളതും ചുവന്ന രക്താണുക്കളാണ്, എൻ്റെ ശരീരത്തിലുള്ളതും ചുവന്ന രക്താണുക്കളാണ്. ഞാനും മനുഷ്യരാണെന്നാണ് പറയപ്പെടുന്നത്, താങ്കളും മനുഷ്യരാണെന്നാണ് പറയപ്പെടുന്നത്. മൃഗങ്ങളായി നമ്മൾ മാറുമ്പോഴല്ലേ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ? ഇവിടെ ഞാൻ ഒരു കാര്യം RV ബാബുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് ഇത് അങ്ങ് തലയെ കയറിപ്പോയതാണ്. ഹൈന്ദവതയും വർഗീയ വിഷം ആളിക്കത്തിക്കുന്ന പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയായി മാറിപ്പോയി. ഞാനതിന് കുറ്റം പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞു എന്ന് വരാം. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ വഖഫാണോ അല്ലയോ എന്ന് ഞങ്ങളെന്തോ കോൺഗ്രസ്സുകാരെന്തോ മഹാപാതകം ചെയ്തു, ഇനി കോൺഗ്രസ്സുകാർ മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പ്രൊവോക്ക് ചെയ്ത് ഞങ്ങൾ മുസ്ലിം ലീഗിനെതിരായി പറഞ്ഞ് ഈ രാജ്യത്ത് UDF ഈ സംസ്ഥാനത്ത് ഇല്ലാതാവണം, അങ്ങനെ എങ്ങനെയെങ്കിലും BJPക്ക് അധികാരത്തിൽപ്പെടണം. ഈ 2 ആട്ടിൻകുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ പോയ കറുക്കൻ്റെ സ്ഥിതി താങ്കൾക്കറിയോ? ആ ചോര കുടിക്കുന്നിടയിൽ ഈ 2 മുട്ടനാടുകളും തമ്മിൽ കൂട്ടിയിടിക്കാൻ പോയപ്പോൾ ആ കുറുക്കൻ ഈ രണ്ട് ആട്ടിൻകുട്ടികളുടെയും ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമരുന്നതാണ് കഥ. താങ്കളുടെയൊക്കെ സ്ഥിതി, RV ബാബുവിൻ്റെയൊക്കെ സ്ഥിതി അതാവും. ഒരു കാര്യം എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി താങ്കൾ ഉദ്ദേശിക്കുന്ന മറുപടിയല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ വളരെ വ്യക്തമായി പറയാൻ പോകുന്ന ഒരു കാര്യം, ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് വഖഫ് ബോർഡാണ്. ലോകത്തെ ഇത് മാത്രമല്ല, ഏത് വസ്തുവും വഖഫാണോ അല്ലോ എന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും കമ്മീഷനോ സർക്കാരോ അല്ല. അങ്ങനെ അധികാരമില്ല. അങ്ങനെ അധികാരമില്ല. ഒന്ന് ഞാൻ പറയാം, അധികാരമില്ല. 1 നമ്പർ 1. പിന്നെ 2 എനിക്ക് പറയാം, ഞാൻ പറയുന്നു ഞാനത് വൈഡി സതീശനല്ല, അഡ്വക്കേറ്റ് PM നിയാസ് എന്ന് പറയുന്നത് ഞാനും പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ല. അതിൻ്റെ കാരണം അതിൻ്റെ നിയമപരമായ പരിജ്ഞാനമാണ്. വഖഫ് എന്ന് പറയുന്നത് അവിടെ യാതൊരു തരത്തിലുള്ള പിന്നെ കണ്ടീഷനും ഇല്ലാതെ അൺകണ്ടീഷനായിട്ടുള്ള ഡെഡിക്കേഷനാണ് വഖഫ്. അത് താങ്കൾക്ക് വേണമെങ്കിൽ ഒന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താലോ നിയമപുസ്തകം എടുത്തു നോക്കിയാലും പരിശോധിക്കാം. അങ്ങനെ വരുമ്പോൾ ആ വഖഫ് ഒരു കാരണവശാലും ഏതാവശ്യത്തിന് ഏതൊരാൾ ഏത് വസ്തു വഖഫായി കൊടുത്താലും ആ വഖഫ് അതിൽ സ്ഥാവര ജംഗമ വസ്തുക്കളെ വിൽപ്പന നടത്തുവാനോ ക്രയവിക്രയം നടത്തുവാനോ ഉള്ള അവകാശം ഒരു കൊടുക്കുന്ന ആളുകൾക്കും ഇല്ല. ഇവിടെ ക്രയവിക്രയ സ്വാതന്ത്ര്യം കൊടുത്തു, അതുകൊണ്ടാണ് വഖഫ് അല്ല എന്ന് പറയുന്നത്. രണ്ടാമത്തത്, വഖഫ് എന്ത് കാര്യത്തിന് കൊടുത്താലും അത് തിരിച്ച് ഞാനാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ അത് വഖഫാവില്ല. പിന്നെ തിരിച്ചെടുക്കണമെങ്കിലും തിരിച്ച് എടുക്കാനുള്ള നിർദ്ദേശം ആ വഖഫിൻ്റെ എന്താ പറയുക ഈ കൈവശം നൽകുന്ന ആ അധികാരപത്രത്തിലുണ്ടെങ്കിൽ അത് വാക്കാലായാലും രേഖയിലായാലും അത് പറ്റില്ല. ഈ 2-3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒരു മിനിറ്റ് അല്ല, അത് നിങ്ങൾ ഈ മുട്ടനാടിന്റെ തമ്മിലടിപ്പിക്കുന്ന സ്വഭാവം നിർത്തുക. അല്ലക്കെ ഒരു മിനിറ്റ് എന്റെ അയ്യോ എന്തൊരു സ്നേഹം എൻ്റെ ബാബുവിന്റെ ഈ കുറുക്കന്റെ സ്വഭാവം ഉണ്ടല്ലോ. ആ 2 മുട്ടനാടുകൾക്കിടയിൽ പെട്ടുപോയ അവസ്ഥ ബാബുവിന്റെ പാർട്ടിക്കും ഹിന്ദു മഹാപരിഷത്തിനും സംഘപരിവാറുകൾക്കും ഉണ്ടാകാൻ പോവുകയാണ്. ഞാൻ വീണ്ടും പറയാം, ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ നിയമപരമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. അത് തന്നെയാണ്
ലീഗ് പറയുന്നത് വഖഫാണോ അല്ലോ എന്ന് തീരുമാനിക്കേണ്ടത് വഖഫ് ബോർഡാണ്. അല്ല 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 ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഇത് വഖഫ് ഭൂമിയാണെന്നാണ് പറഞ്ഞത്. വഖഫ് ബോർഡ് പറയട്ടെ എന്നല്ല. ഇ.ടി. മുഹമ്മദ് ബഷീറും കെ.എം. ഷാജിയും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്റെ ഞാനത് കൃത്യമായി പറയാം. അത് എന്തുകൊണ്ടാണ് അവർ പറയുന്നത്, അതിൻ്റെ അവരുടെ കണ്ടക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. വഖഫ് ബോർഡ് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം വഖഫ് ബോർഡ് ഇത് വഖഫാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഒഴിയാനും അത് രണ്ട് കേസ് എന്ന് പറയുന്നത് 2020 ജനുവരി 5 രണ്ട് കേസിൽ ഈ വസ്തു ഏറ്റെടുക്കാൻ വേണ്ടി കലക്ടർക്ക് ഉത്തരവ് നൽകുന്നതിന് ഒപ്പുവെച്ചത് LDFിൻ്റെ അന്നത്തെ വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന TK അംസയാണ്. അതിനുശേഷം വീണ്ടും രണ്ട് കേസിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പബ്ലിക്കേഷൻ നടത്തി. ആ പബ്ലിക്കേഷൻ നടത്തിയത് സ്ഥലം ഏറ്റെടുക്കാമെന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇത് വഖഫ് അവകാശം ഉന്നയിച്ചപ്പെടുന്ന വസ്തു എന്നാണ് നിലയ്ക്കാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് എന്താണ്, ഇതിന് മൂല ഡോക്യുമെൻ്റ് വഖഫല്ല, ഈ വഖഫാണ് എന്ന് പറയാൻ എടുത്ത തീരുമാനം അത് VS അച്യുതാനന്ദൻ്റെ കാലത്ത് പാലോളി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അവിടെ വെച്ചൊരു നിസാർ കമ്മീഷൻ, ആ നിസാർ കമ്മീഷൻ വെച്ചപ്പോൾ അദ്ദേഹത്തിനെ വെക്കുന്നത് വഖഫിൻ്റെ സെക്രട്ടറി ആയ CEO ആയ ജമാലിനെ പുറത്താക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് വെച്ചതെങ്കിൽ പോലും അതിലൊരു ക്ലോസ് ഇക്കാര്യം ഉണ്ടായിരുന്നു. അതിനെതിരായി ഹൈക്കോടതിയിൽ സിരിജഗൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. അത് നമ്മുടെ അനിൽ നമ്പ്യാരെന്ന് വായിച്ചു നോക്കണം. ആ സിരിജഗൻ്റെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞത് ഇതിൽ മെയിൻറ്റെയിനബിലിറ്റി ഈ നിസാർ അഹമ്മദിൻ്റെ കമ്മിറ്റിക്കില്ല, അതുകൊണ്ട് മെയിൻറ്റെയിനബിലിറ്റി പരിശോധിക്കണമെന്ന് നിർദ്ദേശം നൽകുകയുണ്ടായി. പക്ഷേ നിസാർ അഹമ്മദ് എന്താ പറഞ്ഞത്, മെയിൻറ്റെയിനബിലിറ്റി ഉണ്ട്, നിസാർ അഹമ്മദ് അല്ല തമ്പുരാം എന്ന് പറഞ്ഞാലും മെയിൻറ്റെയിനബിലിറ്റി ഇല്ലാത്ത കാര്യത്തിൽ മെയിൻറ്റെയിനബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പക്ഷേ സർക്കാർ വെള്ളം കൂട്ടാതെ വിഴുങ്ങി, ഇടതുപക്ഷ സർക്കാർ വെള്ളം കൂട്ടാതെ വിഴുങ്ങി. BJPയെ പോലെ തന്നെ അവർക്കും ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ BJPയെ സഹായിക്കാനുള്ള ഉദ്ദേശമായി ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ BJPക്ക് ഒരു വടി എടുത്തു കൊടുക്കാൻ, ശബരിമലയിൽ വടി കൊടുത്തതുപോലെ ഇതും വടി കൊടുക്കുവാൻ LDFിൻ്റെ സർക്കാർ തയ്യാറായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു ഉത്തരവിറക്കി. ആ ഉത്തരവിറക്കിയിട്ട് വഖഫ് ബോർഡ് ഒന്നും ചെയ്തില്ല. വഖഫ് ബോർഡ് ഒന്നും അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അനിൽ നമ്പ്യാരെ പോലെ പറയരുത്. അവിടെ വഖഫ് എന്ന് പറയുന്ന ഒരു നിയമം, ഒരു മിനിറ്റ് വഖഫ് എന്ന് പറയുന്ന നിയമം നടപ്പിലാക്കാൻ വേണ്ടി അതിൽ പ്രായോഗികമായ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായ തടസ്സങ്ങളുള്ളത്, അത് വഖഫ് നിയമപ്രകാരം അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാണ് അമെൻമെൻറ്റ് ആക്ട്. അല്ലാതെ വഖഫ് നിയമങ്ങൾ സമൂലമായി മാറ്റിയിട്ടൊന്നുമില്ല. അതിൽ വളരെ കൃത്യമായി വഖഫിൽ എന്താണോ വിവക്ഷിച്ചിട്ടുള്ളത്, അത് വഖഫ് നിയമത്തിൽ എന്താണോ വിവക്ഷിച്ചിട്ടുള്ളത്, അതിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നൽകുക മാത്രമാണ് ആ നിയമത്തിലുണ്ടായത്. അല്ലാതെ RV ബാബു പറയുന്നത് കേട്ട് നിങ്ങൾ ഛർദ്ദിക്കരുത്. RV ബാബു അങ്ങനെ പലതും ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ട് ഛർദ്ദിക്കാനല്ലല്ലോ. വീണ്ടും പറയാം, പൂർണ്ണാധികാരം കൊടുത്തത് നിങ്ങളെ അധികാരത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ സർക്കാരല്ല സാർ, നാട്ടുകാർക്ക് മൊത്തം അറിയാമല്ലോ. നിങ്ങൾ പിന്നെ ഇവിടെ വന്നിരുന്ന് ന്യായീകരിച്ചിട്ട് എന്താ കാര്യം? എവ്രിബഡി നോസ്. ഞാൻ വീണ്ടും പറയാം സഹോദര വഖഫ് ആക്ട് പ്രകാരം വഖഫ് ആക്ട് പ്രകാരം ലോകത്ത് വഖഫ് ബോർഡിനും വഖഫ് ട്രിബ്യൂണലിനും ഹൈക്കോടതിക്കുമല്ലാതെ ലോകത്ത് ഒരു നരേന്ദ്രമോദിക്കോ ഒരു അമിത്ഷാക്കോ ഒരു കേരളത്തിലെ ഇ.ടി. മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ PM നിയാസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർക്കോ കൈയിട്ട് വാരാനുള്ള കാര്യമല്ല. വഖഫ് നിയമപ്രകാരം വഖഫ് ബോർഡിനും അതിൻ്റെ മുകളിൽ വഖഫ് ട്രിബ്യൂണലും അതിൻ്റെ മുകളിൽ ഹൈക്കോടതിക്കും അതിൻ്റെ മുകളിൽ സുപ്രീം കോടതിക്കും അല്ലാതെ നരേന്ദ്രമോദിക്ക് ഇതിന് അധികാരമില്ല. അത് തന്നെയാണ് ഞങ്ങൾ നരേന്ദ്രമോദി ഭേദഗതി കൊണ്ടുവരുന്നു. ഒരു മിനിറ്റ് അല്ല, നിങ്ങൾ ഡിബേറ്റ് ആണല്ലോ, നിങ്ങളൊന്ന് കാണിക്കൂ, വായിക്കൂ, ഞാൻ വായിക്കാം, ഞാൻ വായിക്കാം. അതല്ലാതെ താങ്കൾ പറയുന്ന പോലെ കൈയിട്ട് വാരാൻ പറഞ്ഞാൽ അതൊക്കെ അതൊക്കെ ആ
കേക്ക് 95-ലെ നിയമം അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയ നിയമം ഇത് കൈയിട്ട് വരാനുള്ള എന്നുള്ള വാക്കും പ്രയോഗമൊന്നും അത് RSSന്റെ ഓഫീസിൽ പറഞ്ഞാൽ അടിച്ചു മാറ്റാൻ. ഇത് പൊതു സമൂഹം കേൾക്കുന്ന ഈ ചർച്ചയിൽ താങ്കളെ പോലെയുള്ള ഞാൻ ഞാൻ എന്താ ചോദിക്കട്ടെ, കൈയിട്ട് വരാൻ നിങ്ങൾ പറഞ്ഞത് അടിച്ചു മാറ്റലാണെങ്കിലും അല്ല, അടിച്ചു മാറ്റാൻ, കൈയിട്ട് വരാൻ. പ്രിയപ്പെട്ട അനിൽ നമ്പ്യാർ, ഡിബേറ്റ് ഒന്നും വേണ്ട. കേക്ക് അങ്ങ് വിവരദോഷമാണ് പറയുന്നതെങ്കിൽ അങ്ങയുടെ ജനം ഓഫീസിൽ ഞാൻ വരാം. കേക്ക് അങ്ങയുടെ ജനം ഓഫീസിൽ ഞാൻ വരാം. ഇത് താങ്കൾക്ക് മുമ്പാകെ ഞാൻ ബോധിപ്പിക്കാം. ഇത് ലൈവ് ടെലികാസ്റ്റ് നടത്തണ്ട. അങ്ങക്ക് ബോധ്യപ്പെടുന്നതിൽ തെറ്റ് പറ്റിയെങ്കിൽ താങ്കളുടെ ഓഫീസിൽ താങ്കൾ പറയുന്ന സമയത്ത് ഞാൻ വരാം, ഇത് ബോധ്യപ്പെടുത്താം. കൈയിട്ട് പാരലാണോ അതല്ല ഞാൻ പറഞ്ഞതുപോലെ വഖഫ് ആക്ടിൽ എന്താണോ പറഞ്ഞത് അത് കൃത്യതയോടുകൂടി നടപ്പിലാക്കാനുള്ള അമെൻമെൻറ്റ് മാത്രമാണ് അന്ന് ഉണ്ടായത് എന്ന് താങ്കൾക്ക് ബോധ്യപ്പെടുത്തുവാൻ ഞാൻ വെല്ലുവിളിയോടുകൂടി, അത് ലൈവാവണ്ട, താങ്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ താങ്കൾ എന്നെ വിളിച്ചോളൂ, താൻ വരാം, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം. അല്ലാതെ വെറുതെ അല്ലെങ്കിൽ ചാടിക്കേറി RV ബാബുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി താങ്കളെ പോലെയുള്ള ഏറ്റവും ഉന്നതരായി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന താങ്കളുടെ വാക്ചാതുര്യം മാത്രമല്ല താങ്കളുടെ നോളജ്, താങ്കളുടെ ഈ മാധ്യമരംഗത്തുള്ള പരിചയം, അതുപോലെ തന്നെ പരിജ്ഞാനം, ഇതൊന്നും ഞാൻ തിരിച്ചു എഴുതുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള താങ്കൾ ഇതുപോലെയുള്ള വാക്കുകൾ ഇത് രീതിയിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് എൻ്റെ മനസ്സിൽ പറയുന്നു. അത് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു കാര്യം എനിക്ക് എനിക്ക് ബാബുവിനോട് പറയാനുള്ളത്, ബാബു ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നത് VD സതീശൻ്റെ പൂർണ്ണ ബോധ്യത്തിൽ നിന്നാണ്, PM നിയാസിൻ്റെ പൂർണ്ണബോധ്യത്തിലാണ്. പക്ഷേ ലീഗ് പറയുന്നത് വഖഫ് ബോർഡ് നടപടിയുമായി മുന്നോട്ട് പോയതുകൊണ്ട് അത് വഖഫ് ഭൂമിയല്ല എന്ന് പറയാൻ സാങ്കേതികമായി പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ക്ലാരിറ്റി ഞങ്ങൾ UDFൻ്റെ യോഗം കഴിഞ്ഞ് ഞങ്ങൾ കൃത്യമായി താങ്കൾക്ക് മുമ്പാകെ പറയാം എന്നും താങ്കൾ പറയാം. ഏതായാലും അത് കണ്ട് പനിക്കണ്ട. കോൺഗ്രസും ലീഗും തമ്മിൽ അടിച്ച് താങ്കൾക്ക് എന്തെങ്കിലും CPMൻ്റെ കൈകൊണ്ട് എന്തെങ്കിലും കിട്ടാമെന്ന വിചാരത്തോടുകൂടി ബാബു അങ്ങനെ ഉറങ്ങണ്ട. ആ കട്ടിൽ കണ്ട് ബാബു പനിക്കണ്ട. ഓക്കെ, ഇതിൽ പ്രാഥമികമായിട്ട് പ്രൊഫസർ സ്റ്റാലിൻ സെബാസ്റ്റ്യൻ എന്താണ് പറയാനുള്ളത് എന്നുകൂടി കേൾക്കാം.